ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ സ്ഫോടനം നടത്തിയത്. ഖത്തറിലെ ഖത്താര പ്രവിശ്യയിലായിരുന്നു ഇസ്രായേലിന്റെ സ്ഫോടന പരമ്പര അരങ്ങേറിയത്. ഒന്നിലധികം സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഉഗ്രശബ്ദം കേൾക്കുകയും പുക ഉയരുകയും ആയിരുന്നു എന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത്. ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിൻ്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ദോഹയിലാണ് ഹമാസിൻ്റെ വൻകിട നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. അവരെ ലക്ഷ്യമിട്ട് ഞങ്ങളൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രായേൽ കടന്നുകയറി നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. തങ്ങളുടെ രാജ്യത്തിൽ ഇസ്രായേൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തെ ദോഹ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഖത്തറിന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഖത്തർ ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടികൾ ഇസ്രായേലിന് നൽകുമെന്നും ഖത്തർ ഭരണകൂടം പ്രസ്താവിച്ചു. ഇസ്രായേലിനെ തകർക്കുവാൻ നടക്കുന്ന ഹമാസ് എവിടെ പോയി ഒളിച്ചാലും അവിടെയെല്ലാം ആക്രമണം നടത്തി അവരെ ഇല്ലായ്മ ചെയ്യുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഖത്തറെന്നല്ല, ലോകത്ത് ഏത് കോണിൽ പോയി ഒളിച്ചാലും ഹമാസ് തീവ്രവാദികളെ തകർക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹമാസ് പോരാളികൾക്ക്, തീവ്രവാദികൾക്ക് സകലവിധ പിന്തുണയും നൽകുന്ന ഖത്തറിന് വമ്പൻ താക്കീത് നൽകി ഇസ്രായേൽ സേന. ഇനിയും തീവ്രവാദികളെ സഹായിക്കുവാൻ ഖത്തർ തുനിഞ്ഞാൽ കൂടുതൽ ആക്രമണങ്ങൾ ഖത്തറിൽ നടത്തുമെന്നും ഇസ്രായേൽ സേന പ്രസ്താവിച്ചു. ഖത്തറിലെ സാധാരണ ജനങ്ങളെയല്ല തങ്ങൾ ആക്രമിച്ചതെന്നും അവിടെയുള്ള ഹമാസ് തീവ്രവാദികളെ മാത്രമാണ് തങ്ങൾ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചതുമെന്നാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന അറിയിക്കുന്നത്.